ഇതിൻ്റെ ഫ്രണ്ട് ആദിൽ. ആശ 3 ദിവസം മുന്നേ 3 വണ്ടികൾ ഡെലിവറി എടുത്തിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ആ വണ്ടികളും അതേപോലത്തെ വേറൊരു വണ്ടി ലോഡ് എടുക്കാൻ പോണതാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ ക്യാബിൻ കാണുമ്പോൾ തന്നെ ഏകദേശം കുറച്ച് ആൾക്കാർക്ക് പിടിയിട്ടുണ്ടാവും ഏതാണ് വണ്ടിയെന്ന്. ഇനി മനസ്സിലാവാത്തവർക്കാണ് കേട്ടോ ഞാൻ അതിങ്ങനെ കാണിച്ചു തരുന്നത്. ഭാരത് ബെൻസിൻ്റെ 12 വീലിൻ്റെ ടിപ്പറാണിത്. ഇതായിട്ടുള്ള പരിപാടികളാണ് ഇന്നത്തെ വ്ളോഗ്. ഇവൻ പറഞ്ഞ് വണ്ടിൻ്റെ ഒരു ആവശ്യത്തിന് ഭയങ്കര പോകാണ്ടെന്ന്. ഇതിൻ്റെ ഒപ്പം തന്നെ എടുത്ത പുതിയ വേറൊരു വണ്ടിയാണിത്. ഇത് നമ്മൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു പാലക്കൽ. അതിൽ ഓടിക്കുന്നത് കണ്ടിട്ട് എനിക്ക് മൂടായിട്ട് ഞാൻ പറഞ്ഞു അവനോട് ഞാൻ എടുത്തോളാം വണ്ടിയെന്ന്. ഓടിക്കാനും കാണാനും ഭാരത് ബെൻസിൻ്റെ ടോറസ് ഒരു വല്ലാത്തൊരു ഫീലാട്ടോ. അങ്ങനെ ഞാൻ വണ്ടി എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഓനെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് മാറ്റി. ഞാനൊന്ന് വണ്ടി ഓടിച്ചു നോക്കി, ഒന്നും പറയാനുള്ള അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിൻ്റെ സീറ്റിൻ്റെ കംഫർട്ടൊക്കെ വേറെ തന്നെ ലെവലാട്ടോ. ഒരു ലക്ഷറി കാറിലൊക്കെ യാത്ര ചെയ്യുന്ന പോലെയാണ് തോന്നുക. പിന്നെ നമ്മളെ വെയിറ്റ് അനുസരിച്ചിട്ട് സീറ്റ് ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ആവട്ടോ. അത് ടാറ്റ പ്രൈമക്കും പല വണ്ടികൾക്കും ഉണ്ട്, പക്ഷേ ഇതിൻ്റെ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഭയങ്കര കംഫർട്ടായിരുന്നു. അതുമല്ല AC ക്യാബിനാണ് ഈ വണ്ടിക്ക് വരുന്നത്. ഇത് എൻജിൻ ബ്രേക്കിങ്ങിൻ്റെ വാണിംഗ് ലൈറ്റ് ആണ് കേട്ടോ. ഇൻഡിക്കേറ്റർ ലിവർ പോലെ തോന്നിക്കണ ഈ സാധനത്തിലാണ് ഇത് ഓണാക്കലും ഓഫാക്കലും. 10 ഗിയറാണ് ഈ വണ്ടിക്ക് വരുന്നത്, റിവേഴ്സും ഹൈ ഗിയറും അടക്കം. 2 സെക്ഷനായിട്ടാണ് ഇതിൻ്റെ ഷിഫ്റ്റിങ് വരിക. അങ്ങനെ ബാങ്കരേക്ക് ഞങ്ങൾ എന്തിനു വന്നതെന്ന് വെച്ചാൽ ബ്രദേഴ്സ് എന്ന് പറഞ്ഞ ഒരു ടയറിൻ്റെ ഷോപ്പുണ്ട്, അങ്ങോട്ടാണ്. ഈ ബ്രദേഴ്സ് പറഞ്ഞ ഷോപ്പിലാണ് ടോറസിൻ്റെ ഒരുവിധം ടയറിൻ്റെ പണികളൊക്കെ എടുക്കട്ടോ. പുതിയ 2 വണ്ടികൾ എന്തിനങ്ങോട്ട് കൊണ്ടുവന്നത് വെച്ചാൽ വണ്ടികളെ ടയർ സെറ്റാക്കാനാണ്, ടയറിൻ്റെ ലൈഫ് കൂട്ടാൻ. അതിന് വേണ്ടി ഇവരെന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ ടയറുമേലൊക്കെ ഇവർ പൗഡർ ഇടും, എന്നാലാണ് ടയർ സെറ്റാവുള്ളൂ. കാരണം ലോഡൊക്കെ എടുത്ത് വരുമ്പോൾ ടയർ ചൂടാവാതെ വെക്കാനും പൊട്ടാതെ വെക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് കേട്ടോ. അങ്ങനെ ഈ 2 വണ്ടികൾ ഈ ഒരു വർക്കിന് വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ പാർക്ക് ചെയ്തു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി ലോഡ് എടുക്കാൻ പോണ വീഡിയോ ഞാൻ പാർട്ട് 2 എന്ന് പറഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഞാൻ എനിക്ക് അറിയുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞേ ഉള്ളൂ. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ പാർട്ട് 2 ആയിട്ട് വരാം. ബൈ.